ഇതാണ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളൊരു ബീഫാണ് ഉണ്ടാക്കുന്നത്. ബീഫ് റോസ്റ്റ് ഒരു സ്പെഷ്യൽ രീതിയിൽ നമ്മളൊരു 1/4 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ്. അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ്, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളക്, ഒരു 2 സ്പൂണ് ബീഫ് മസാല. നിങ്ങൾക്ക് ബീഫ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാമോ. പക്ഷെ ബീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചിക്കൻ മസാല ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപയോഗിക്കാം. ഒരു സ്പൂണ് ഗരം മസാല, ഇതിനൊപ്പം ഒരു വേപ്പില, ഒരു പച്ചമുളക്, അല്പം ഉള്ളി, ഒരു ചെറിയ ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം ഒരു സ്പൂണ് നെയ്യ്, ഇത്രയും സാധനങ്ങൾ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിക്കുക. ഈ തിരുമ്മി യോജിപ്പിക്കുമ്പോൾ കഴിയാവുന്നത്ര പ്രഷർ നിങ്ങൾ കൊടുത്തോളൂ. കാരണം കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കൂടുതൽ നന്നായിട്ട് അത് ജോയിൻ ചെയ്തു വരുന്നതാണ് ടേസ്റ്റും മണവും ഉണ്ടാക്കാൻ നല്ലത്. ഈ നെയ്യില്ലാത്ത നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഉപയോഗിച്ചാൽ മതി. കുറച്ചുകൂടി നല്ല മണം കിട്ടും. പക്ഷെ സ്വാദ് കിട്ടാൻ നെയ്യാണ് നല്ലത്. ഈ ബീഫിൽ നിന്ന് വെള്ളമിറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വെള്ളമില്ലാതെയും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ അല്പം വെള്ളം ഇതിലൊഴിക്കുന്നു. ഏതാണ്ട് ഒരു 1/2 കപ്പോളം വെള്ളം നമ്മൾ ഇതിലൊഴിക്കും. ഇനി പ്രഷർ കുക്കർ മൂടി വയ്ക്കുക, തീ കൊടുക്കുക. ആദ്യത്തെ ഒരു വിസില് ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4 വിസില് ലോ ഫ്ലെയിമിലും വരുത്തുക. നോർമൽ രീതിയിൽ ബീഫ് വേവും. ബീഫ് സാധാരണ പല സ്ഥലങ്ങളിൽ കിട്ടുന്ന ബീഫ് തന്നെ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ പ്രഷർ കുക്കറിൻ്റെ വലിപ്പം ഇതൊക്കെ അനുസരിച്ച് വിസിലുകളിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ എങ്കിലും നോർമലി ഈ രീതിയിൽ ആദ്യത്തെ വിസിൽ ഫുൾ ഫ്ലെയിമിലും അടുത്തൊരു 4 വിസിൽ ലോ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീഫെല്ലാം വേവും. അപ്പോൾ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്.
നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആദ്യം ഇടുന്നത് കുറച്ച് തേങ്ങ കുറച്ചെടുക്കാം. തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നതും ബദാം ഉപയോഗിക്കുന്നതും ഇതിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് തേങ്ങാക്കൊത്ത് ഇടുന്നത് തന്നെയാണ്. അപ്പം അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെയാണെങ്കിൽ ഒന്ന് ബീഫ് നമ്മൾ ഇതിനകത്ത് ചേർത്തതിന് ശേഷം നെയ്യിലൊന്ന് വറുത്ത് ഇട്ടാൽ മതി. തേങ്ങക്കൊത്താണെങ്കിൽ മാത്രം ഇതുപോലെ നേരത്തെ ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. തേങ്ങക്കൊത്ത് നിറം മാറൊന്നും വേണ്ട. ഒരു മൂത്ത് ഒന്ന് ഒരു മണമൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അതൊരു 3 വെളുത്തുള്ളിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒന്നെടുക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സബോള, ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത് മുഴുവനായിട്ടും ചേർക്കാം. ഈ സബോള ഒന്ന് മൂത്ത് വരണം, നിറം മാറാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇതിട്ടതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, നമ്മളൊരു 3/4 സ്പൂണോളം ഉപ്പ്, ഓൾമോസ്റ്റ് 1 സ്പൂൺ ഉപ്പ് ബീഫിൽ ചേർക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഉപ്പ് ഇവിടെ സബോളയിലേക്ക് ചേർക്കുക. സബോള നന്നായിട്ട് നിറം മാറി വരണം. ഇപ്പോൾ ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊക്കെ നിറം മാറി തുടങ്ങി. ഇനി സബോള കൂടി നിറം മാറി വരണം. അതിന് വേണ്ടിയിട്ട് നന്നായി ഇളക്കാം. സബോള നിറം മാറി, അതിനൊപ്പം മുട്ടുന്ന തേങ്ങക്കൊത്ത് ഇതൊക്കെ നിറം മാറി വന്നു. ഇതിലേക്ക് ഒരു 1/2 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത്, തക്കാളി ഉടഞ്ഞൊന്നും പോകണ്ട, വെറുതെ ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഉടഞ്ഞു പോയി അല്ലെങ്കിൽ ഉടഞ്ഞു വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ തക്കാളിയിൽ ആവശ്യമില്ല. തക്കാളി ഒന്ന് വെന്ത് കിട്ടുക. നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുന്നു. ഒരു മിനിറ്റൊക്കെ 1-1.5 മിനിറ്റൊക്കെ അടച്ചു വയ്ക്കുമ്പോഴേക്കും ആ തക്കാളി നന്നായി വെന്തിരിക്കും. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് നിറം മാറി. ഇത് കൊണ്ട് കുഴപ്പമില്ല, നിറം മാറി വരണം, കഴിയാവുന്ന നിറം മാറി വന്നാൽ കറിക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കും. ബീഫിൽ മസാലയും അതുപോലെ കുറച്ച് വെള്ളവും ഉണ്ടാവും. ആ വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വേറെ മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ബീഫിൽ ഓൾറെഡി ഉള്ള മസാല ഇതിൽ ധാരാളമായിരിക്കും. ഒന്ന് ഇളക്കുക. അതിനുശേഷം അത് അടച്ചു വയ്ക്കുക. ഒരു 2-3 സെക്കൻഡ് അതിനകത്തേക്ക് അടച്ചു വെച്ചാൽ മതി. കാരണം ആ വെള്ളമൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ആയി വരുന്ന സമയത്ത് കുറച്ചുകൂടി അതിൽ വെള്ളമുണ്ട്, മുഴുവൻ വറ്റിട്ടില്ല. ആ വെള്ളം ഒന്നുകൂടി വരണം.
ഒന്ന് ഇളക്കുക, എന്നിട്ട് തീ ഒന്ന് കൂട്ടുക. അപ്പോൾ അത് പെട്ടെന്ന് വെള്ളം വറ്റിയില്ല. വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര്, അധികം പൊടിയില്ലാത്ത കട്ട തൈര് ചേർത്ത് നന്നായി ഇളക്കുക. ഈ തൈര് നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിക്കണം. സാധാരണ തൈര് ഒഴിച്ച് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ വെള്ള നിറം ഇങ്ങനെ തരിയായിട്ട് നിൽക്കും. അത് മുഴുവനായിട്ട് മാറണമല്ലോ, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബീഫിൽ ചേർന്നു. അതിൻ്റെ കളറൊക്കെ ഒന്ന് കൂടി ലൈറ്റായി. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു ഡാർക്ക് റെഡിഷ് കളർ മാറി കുറച്ചുകൂടി ഒരു ലൈറ്റായ കളറിലേക്ക് വന്നു. വീണ്ടും നേരത്തെ പോലെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ, ഒന്ന് ചെറുതാവണം. ഇതൊരു ഞാൻ സാധാരണ പറയാനുള്ള പോലെ തന്നെ ഇതൊരു മൺചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം നിങ്ങൾ നോക്കണ്ട, ഇതൊന്നുകൂടി കുറുകും. അപ്പോൾ അതുകൊണ്ട് കണക്കും തോറും കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഉണ്ടായാലും വലിയ കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വീണ്ടും ചുരുങ്ങിപ്പോകുന്ന കാര്യം തന്നെയാണ്. ഉപ്പ് നോക്കാം. ഒക്കെയാണ്. ഈ ഒന്ന് കുറച്ച് ശേഷം ഒരു 2 സെക്കൻഡ് നേരം അടച്ചു വയ്ക്കും. ഇപ്പം അത് ഒരു വിധമായിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റണം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മൺചട്ടിയാണ്. നാച്ചുറലി ഈ വെള്ളം ഉണ്ടാവും. ഇതിൻ്റെ കാര്യമായിട്ടുള്ള വെള്ളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ടുകൊടുക്കും. വീണ്ടും അടച്ചു വയ്ക്കുക. ഇപ്പോൾ ബീഫ് ഒരുവിധമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഒന്ന്, ഇതിലേക്ക് നമ്മളൊരു വറവ് ഇടണം. സാധാരണ വറവ് ഇടുന്ന രീതിയിലല്ല ഇടുക. അതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു വറവിടാനുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില കൂടി ഇതിനകത്തേക്ക് ഇടാം. അടച്ചു വയ്ക്കുക. തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കുക. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയുടെ ഉപയോഗിച്ചു. അതിലേക്കൊരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടു. അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്കൊരു 3 വറ്റൽ മുളക് കൂടി ഇട്ടു കൊടുക്കും. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ, അധികമൊന്നും വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് സ്വാദ് വരും. അത് ഒഴിവാക്കാനാണ്. അധികം വേണ്ട എന്ന് പറയും. നന്നായി ഇളക്കുക. അതിൽ വേപ്പിലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടണമെന്നില്ല.
ഉള്ളി നന്നായി മൂത്ത് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തണം. ഉള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തി. ഇത് നേരെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. പുറത്തിട്ടൊക്കെ എല്ലാ ഭാഗത്തും വെക്കണം. നന്നായിട്ടൊന്ന് ഇളക്കുക. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കഴിയും.